കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജഡ്ജ് ശ്രീ KV സച്ചിദാനന്ദൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സൈക്കോളജിസ്റ്റ് കൗൺസിലർ ശ്രീമതി ഷീന S. ഇന്നത്തെ പരാതിക്കാരി ചെങ്ങന്നൂരുകാരിയായ ആതിരയാണ്. ആതിര, എന്തോ ചെങ്ങന്നൂര് ഏതാ സ്ഥലം? മുളക്കുഴ. പഠിത്തം ഞാൻ 8 വരെ പഠിച്ചിട്ടുള്ളൂ. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഞാൻ 5 പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചതാണ്. അമ്മയെ ഉപേക്ഷിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് അച്ഛൻ കല്യാണം ആദ്യം കഴിച്ചു, വേറെ അമ്മ പിന്നീട് വേറെ വിവാഹം കഴിച്ചു. 2 ഇപ്പം രണ്ടായിട്ട് ജീവിക്കുകയാണ്. എൻ്റെ ഇളയതൊരാങ്ങളയുണ്ട്. അമ്മയ്ക്ക്? അച്ഛന് ഇപ്പം വേറെ 2 മക്കളുണ്ട്. അമ്മയുടെ കൂടെയാണോ? ഇല്ല, അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചതിന് ശേഷം ഞാനും എൻ്റെ ഇളയ ഞങ്ങളെയും ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. 8ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് 7 പഠിച്ചപ്പോൾ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. 8ലായപ്പോഴത്തേക്ക് അച്ഛൻ ഫീസ് ചോദിച്ചപ്പോൾ പറഞ്ഞ് സ്കൂളിൽ പോകണ്ട ഇനി എന്ന് പറഞ്ഞു. അങ്ങനെ അത് 8 പഠിച്ചപ്പോൾ തന്നെ ഓണപ്പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പഠിത്തം നിർത്തി. പിന്നെ അച്ഛൻ കൂലിപ്പണിക്ക് വിടുമായിരുന്നു. അച്ഛൻ കൂലിപ്പണിക്ക് വിട്ട് 17 വയസ്സാകുവോളം കൂലിപ്പണിക്ക് വിട്ട് 2004 ഡിസംബർ മാസം വരെ ഞാൻ ജോലിക്ക് പോയിട്ടാണ് വീട് അച്ഛനും 2 മക്കളും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛൻ പണിക്ക് പോകത്തില്ല? അച്ഛൻ ആ സമയങ്ങളിലൊന്നും പണിക്ക് പോയിട്ടില്ല. ഇളയാങ്ങളെയും പഠിക്കാൻ ഞങ്ങൾ കർണാടകത്തിലായിരുന്നു. അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം അവനെ വീണ്ടും സ്കൂളിൽ ചേർത്തെങ്കിലും പുള്ളി 10ലായപ്പോഴത്തേനും പരീക്ഷയ്ക്കൊന്നും വിടാതെ അച്ഛൻ അവനെയും പണിക്ക് വിടുമായിരുന്നു. അങ്ങനെ 10 തോറ്റു. ഇപ്പം അച്ഛൻ്റെ ചേട്ടൻ്റെ കൂടെ കർണാടകത്തിൽ താമസിക്കുന്നു. കർണാടകത്തിൽ ഷിമോഗ ഡിസ്ട്രിക്ട്. അവിടെ പോയി താമസിച്ച് ജോലി ചെയ്യാൻ കാരണം എന്തോ? അവിടെ അച്ഛൻ്റെ ചേട്ടനും ഭാര്യയും കുടുംബമായിട്ട് അവിടെയാ താമസിക്കുന്നത്. അപ്പൊ ഞാൻ കേരളത്തിലാണ് പഠിച്ചിരുന്നത് 4ാം ക്ലാസ് വരെ. അന്നേരം അച്ഛൻ്റെ ചേട്ടൻ പറഞ്ഞ് അങ്ങ് വാ, അവിടെ ഇഞ്ചി കൃഷിയാ, ബിസിനസ്സാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്ത് നമുക്ക് കാശൊക്കെ ആവും, അപ്പം അങ്ങ് വരാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു. അങ്ങനെ 4ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ അവിടെ ചെന്നു. അമ്മയുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച്. അമ്മയുടെ സ്വഭാവം ശരിയില്ല എന്നിട്ട് പറഞ്ഞ് അമ്മേനെ ഉപേക്ഷിച്ച്. അമ്മയുടെ സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ടാണോ? ആയിരിക്കാം, സാധ്യതയുണ്ട്. പിന്നെ ആരാ നോക്കിയാ? പിന്നെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അന്നേരം എൻ്റെ ഇളയ അപ്പച്ചിയുടെ ഭർത്താവ് ഒരു മാനാത്തൊരു ഷാപ്പിൽ ജോലിക്കായിട്ട് പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് എന്തോ അമ്മയ്ക്ക് വയ്യ, അവരുടെ അമ്മായിമ്മയ്ക്ക് വയ്യ, അന്നേരം ജോലി ചെയ്യാനായിട്ടൊരു പെണ്ണിനെ വേണം, അന്നേരം മോന് കല്യാണം ആലോചിക്കാനാ, സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മാമനോടാണ് ഇവരുടെ അച്ഛൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മാമൻ വീട്ടിൽ വന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, പക്ഷേ ചെറുക്കൻ ഇച്ചിരി മോഷണ കേസിലൊക്കെ പ്രതിയാ, സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എനിക്ക് കിട്ടുന്ന ശമ്പളം ഡ്രസ്സ് മേടിച്ച് തരികയില്ല, 2ാമ ഭയങ്കര പോര്. അന്നേരം അങ്ങനെ ആയപ്പോഴത്തേന് മൂത്ത അപ്പച്ചിയുണ്ട്. അപ്പച്ചി പറഞ്ഞ് എന്നാൽ നമുക്ക് അവളെ അങ്ങ് കെട്ടിച്ച് വിടാം, കല്യാണം കഴിയുമ്പോൾ അങ്ങ് ശരിയാകുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അവർ 25,000 രൂപ ചോദിച്ച് കല്യാണത്തിനായിട്ട്. അപ്പോൾ 25,000 ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ചെറുക്കൻ്റെ സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട, കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിയുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട, അവളെ കെട്ടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങളുടെ അച്ഛൻ പൈസ വേണ്ടാന്ന് കണ്ടപ്പോഴത്തേക്കും വീണ്ടും ആ പുള്ളീൻ്റെ കൂടെ തന്നെ കെട്ടിച്ചു വിട്ടു. അത് എൻ്റെ അപ്പച്ചിയും എൻ്റെ വല്യമ്മച്ചിയും പറഞ്ഞ് വീട്ടിൽ അച്ഛനും ഇങ്ങനെ വഴക്ക്, 2ാമയും വഴക്ക്. അന്നേരം അവളെ എങ്ങനെയെങ്കിലും അങ്ങ് ഇറക്കി വിടാമെന്നും കണ്ടിട്ട് എങ്ങനെയും പോയി ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് അങ്ങനെ വിട്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ പുള്ളി സ്ഥിരം അച്ഛനും മദ്യപിക്കും, അമ്മയും മദ്യപിക്കും, ഈ ഭർത്താവും മദ്യപിക്കും, 3 പേരും കുടിച്ചിട്ട് പുള്ളിയാണ് രാത്രിയിലൊന്നും വീട്ടിൽ വരാറേ ഇല്ല. ഞാൻ ചെല്ലുമ്പോൾ തന്നെ നിലവിൽ 2 കേസുകളുണ്ട്. മോഷണത്തിൻ്റെ ഒരു കേസുണ്ട്, പിന്നെ ചാരായം വിറ്റേൻ്റെ ആണെന്ന് പറയുന്നത്, എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്താണ് കേസുണ്ട്. പുള്ളി നാട്ടുകാരോട് മുഴുവനും വഴക്കാം, വീട്ടിൽ അന്വേഷിച്ച് തരത്തില്ല, എന്നെയും കുഞ്ഞുങ്ങളെ നോക്കിയില്ല ഒന്ന് പറഞ്ഞ്. 2ാമത്തേന് അമ്മായിമ്മയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ അവിടോട്ട് ചെന്ന
ഒത്തിരി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇതായിട്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഇവരെല്ലാം കൂടെ എൻ്റെ സമനില തെറ്റി. ഇവരെല്ലാം വേറൊരു രീതിയിൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛൻ വന്ന്, ഞാൻ ആദ്യം മൂത്ത മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ അച്ഛൻ ഉമ്മ തന്നു. അത് കണ്ടിട്ട് ഈ അമ്മായിമ്മയും അമ്മായിച്ചനോട് പറഞ്ഞു മൂത്ത മകൾ അച്ഛൻ്റെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ അച്ഛനും എൻ്റെ വീട്ടുകാർ ആരും അങ്ങോട്ട് വരത്തില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. പിന്നെ അവരെനിക്ക് മാനസിക രോഗമാണെന്ന് ആ നാട്ടിലെല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞാലും അവർ അന്നേരെ പോയി കേസും മാന്നാർ പോലീസ് സ്റ്റേഷനിൽ അന്ന് ഒരു ഷാജി എന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരനുണ്ടായിരുന്നു. ആ പുള്ളീനെ പോയിട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ ആത്മഹത്യ ചെയ്താലും എന്ത് സംഭവിച്ചാലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരില്ല, അപ്പം ഉത്തരവാദി ഞാനാണെന്ന് എന്നെക്കൊണ്ട് ഈ പോലീസുകാരന് കാശ് കൊടുത്തിട്ട് പേപ്പറിൽ എഴുതി അവിടെ വെപ്പിക്കും. ഞാൻ ഉറച്ചെന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയെങ്കിൽ അവർ അന്നേരെ പോലീസിനെ വിളിക്കും. അങ്ങനെ സ്ഥിരം രാത്രിയിലൊന്നും ഈ പുള്ളി വീട്ടിൽ വരാറേ ഇല്ല. 2 മണി 3 മണിയാവും വീട്ടിൽ വരുമ്പോൾ. അതിനെ ചോദ്യം ചെയ്താൽ പറയും അവൻ സിനിമാ തിയേറ്ററിൽ കിടന്ന് ഉറക്കമായിരുന്നെന്ന് പറയും. ഇളയ മോളും ജനിച്ച് 5-8 മാസം ആയപ്പോഴത്തേക്കും ഈ പുള്ളി വീണ്ടും ഷാപ്പിൽ നിന്ന് വടിവാളുമായിട്ട് പോലീസ് പിടിച്ച് 21-22 ദിവസം ജയിലിൽ കിടന്ന സമയത്ത് ഇറങ്ങി ആ നാട്ടുകാരും അവിടെ ഞങ്ങളെ താമസിപ്പിച്ചില്ല. അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവിടെ താമസിപ്പിക്കാതെ വീണ്ടും ഞാൻ എൻ്റെ അപ്പയെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഒരു എഴുത്തിനകത്താണ് സത്യം പറഞ്ഞാൽ ആദ്യം എൻ്റെ വീടിൻ്റെ അവിടെ വാടകയ്ക്ക് വരുന്നത്. ഒരു എഴുത്തിനകത്ത് വന്ന് താമസിച്ച് അവിടെയും ഭയങ്കര പ്രശ്നമായി. എൻ്റെ അപ്പച്ചീനെ കുത്തി, മാമനെ കുത്തി, ആരും എൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വരരുത്. പുള്ളി ഇങ്ങനെ കുടിക്കണം, ഇതിലെ നടക്കണം, അത് മാത്രമേ ഉള്ളൂ ചിന്ത. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു വീട്ടിൽ താമസിച്ച് അവിടെ താമസിച്ചതിന് അടുത്താണെങ്കിൽ ഒരു പെൺപിള്ളേനായിട്ട് ഭയങ്കര പ്രശ്നമായി. അവിടുന്ന് ഞാൻ തന്നെ എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വയ്യാന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചിയുണ്ട്, അവർക്ക് മക്കളില്ല, അവരുടെ കൂടെ വന്ന് താമസിച്ച്. അവരുടെ കൂടെ വന്ന് 3 വർഷത്തോളം ഞാൻ താമസിച്ച്. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് അവരുടെ കൂടെ താമസിച്ച സമയത്ത് ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരി മാന്നാത്തുള്ള ഒരാളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ് എടി അവൻ വേറെ കല്യാണം കഴിച്ച് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അന്നേരം നീ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ലെന്ന്. പക്ഷേ എൻ്റെ വിചാരം മുഴുവൻ ഈ പുള്ളി എന്തെങ്കിലും ശരിയായിട്ട് വരും. ഈ 3 വർഷത്തിനിടയ്ക്ക് പിന്നെ അങ്ങനെ വരുവോ വിളിക്കുവോ ഒന്നും ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഒരിടയ്ക്ക് വന്ന് ഒരു ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ അപ്പേനെ അടിച്ച് കൈ തല്ലി ഒടിച്ചു, മാമനെ അടിച്ചു. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടി അവിടെ കെട്ടിയിട്ട് പോലീസിലേൽപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നിട്ട് പോലീസുകാർ ഒത്തുതീർപ്പാക്കി വിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ അവരുടെ അച്ഛൻ വന്ന് പുള്ളിനെ കൊണ്ടുപോയി. അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നെ ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ വീണ്ടും അനാഥയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീണ്ടും ഇവരുടെ വീട്ടിൽ ചെന്നു. ഇപ്പോൾ 2 വർഷമായിട്ടുണ്ടാവുള്ളൂ. അവിടെ ചെന്നപ്പോൾ ഒരു പെണ്ണ് അവിടെ ഉണ്ട്. അന്നേരം ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞു രാധിക എന്നാ പേര്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ പേര് രാജി എന്നാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ താമസിക്കുകയായിരുന്നു. അത് ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം അവൾ അവിടെ നിന്ന് പോയിട്ട് വീണ്ടും ഞാൻ വീണ്ടും എൻ്റെ വീടിനടുത്ത് തന്നെ വാടകയ്ക്ക് വീടെടുത്ത് ഈ പുള്ളിനെയും കൊണ്ടുവന്ന് ഞാൻ തന്നെ വാടക കൊടുക്കണം. 1 രൂപ പോലും വാടക തരത്തില്ല, ചിലവിന് കൊടുക്കുകയില്ല. കണ്ടവരെ എല്ലാം വിളിച്ച് വാടക വീട്ടിൽ കൊണ്ടുവന്ന് കള്ള് കുടിക്കുകയും ബഹളമായിട്ട് പുള്ളിയാണെങ്കിൽ അങ്ങനെ വീണ്ടും ഭയങ്കര പ്രശ്നമായി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വേണ്ട, നിങ്ങൾ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ഉപേക്ഷിച്ചതാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം താമസിക്കുന്ന വീടാണ് 1200 രൂപ വാടക. അവിടെയാണേലും അന്ന് രാത്രി ആകുമ്പോഴത്തേനും ചീത്തവിളിയായി ഞങ്ങളെ വെളിയിൽ അങ്ങ് ഇറക്കി വിടും. രാത്രിയാകുമ്പോൾ എന്നെയും കുഞ്ഞുങ്ങളെയും രാത്രിയാകുമ്പോൾ വീടിന് വെളിയിലാക്കിയിട്ട് പുള്ളി കഥ അങ്ങടയ്ക്കും. അടിച്ചിട്ട് പറയും ഞാൻ സ്വയം ഇറങ്ങിപ്പോയെന്ന് പറയും. അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പം ഞാൻ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിൽ പോയി നിൽക്കുക. ഈ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എന്നിട്ട് പറയും അതിലെ പാസ് ചെയ്യും. ഇപ്പം അതിലെയൊക്കെ ബൈക്കിൽ പോകുമ്പോൾ നാട്ടുകാർ പറയണേ എൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞത്. വഴി കൂടെ കാണുമ്പോൾ നാട്ടുകാർ പറയും എൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നതാന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടും എനിക്കൊരു മോശം ഇതാണ്. ഈ ഭർത്താവാണെങ്കിലും അവർ ചിലവിന് തരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് എന്നൊരിത്. രാത്രിയിലാണേലും ഫോൺ ചെയ്യുക. ഇപ്പം എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ 2 പെൺകുഞ്ഞുങ്ങളാണ്. ഞാനിപ്പോൾ വാടകയ്ക്ക് താമസിക്കും. എനിക്ക് ആരും നിർത്തില്ല. എൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ പാർട്ടിയിലെ പഞ്ചായത്തിലെ ഒരു നഴ്സറി സ്കൂളിൽ എനിക്ക് ഒരു ഹെൽപ്പറായിട്ട് ജോലി തന്നിട്ടുണ്ട്. ആ ജോലി കൊണ്ട് ഞാൻ എൻ്റെ 2 മക്കളെയും അന്തസ്സായിട്ട് വളർത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നു. മൂത്ത മോൾ 6-ലായി, ഇളയ മോള് 4-ലായി. 2 പേര്. എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെയായി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പക്ഷേങ്കിൽ ചിലവിന് കിട്ടണം. എൻ്റെ അച്ഛൻ എന്നെ ഒരു നിയമപരമായിട്ടൊന്നുമല്ല എന്നെ കെട്ടിച്ച് വിട്ടെ. ഒരു രജിസ്റ്റർ ചെയ്യാണ്ടോ ഒന്നും ഇല്ലാണ്ടാണ് കെട്ടിച്ച് വിട്ടെ. വെറുതെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടി കൊടുത്തു. നാളെ അവർ വളർന്ന് വരുമ്പോൾ അമ്മ ഇങ്ങനെ പോയുണ്ടായ അങ്ങനെ ഒരു പെരുദോഷം വേണ്ട. അവർക്ക് അച്ഛനുണ്ട്, അച്ഛൻ അവർക്ക് ചിലവിന് കൊടുക്കണം.
ഞാൻ ഇനി മരിക്കുന്നിടം വരെ ആ പുള്ളിൻ്റെ കൂടെ പോവുകയില്ല, അത് ഉറപ്പാ പോകില്ല. പക്ഷെ അവർക്ക് ചെലവിന് കിട്ടണം, അവർക്ക് ഞാൻ ഈ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. പഴയ ഇതൊക്കെ നിർത്തി നല്ല രീതിയിൽ നിൽക്കാം എന്നൊരു മേഡം അത് ഒത്തിരി പറഞ്ഞതാ. ഒരുപാട് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ കയറി പോലീസുകാരൂടെ മടുത്തു. ചെങ്ങന്നൂർ പോലീസുകാരും മടുത്തു, മാനാത്ത് പോലീസുകാരും മടുത്തു. മെമ്പർമാരാണെങ്കിൽ മെമ്പർമാരായി. അങ്ങനെ ഒരു വനിതാ കമ്മീഷൻ ആലപ്പുഴ വരെ പോയി. അവരും ഇങ്ങനെ ലീഗൽ സർവീസ് അതോറിറ്റി ചെങ്ങന്നൂർ പോയി. ഈ പുള്ളിനെ വിളിച്ചാൽ വരത്തില്ല. ഒത്തിരി ഒത്തുതീർപ്പ് കഴിഞ്ഞതാ. ഇനി ഇപ്പം ഞാൻ ഈ പുള്ളിനെ കൊണ്ട് എവിടെ പോകും? ഇപ്പം ഇവിടുന്ന് ഒരു ഒത്തുതീർപ്പാക്കി വിട്ടാൽ ഞാൻ എന്തായാലും അവരുടെ വീട്ടിൽ, ഒരു കോളനി അവരുടെ വീട്, കോളനി ആണെങ്കിലും പോയി താമസിക്കാം. ഇല്ല അല്ല മേഡം, അവരുടെ വീട്ടിൽ പോയാലും അത് ശരിയാവത്തില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ പുള്ളിനെ കൊണ്ട് ആരും വാടകയ്ക്ക് വീട് തരത്തില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് തന്നെ ഈ ഒരു ഇത് TV വരുമ്പോഴത്തേനും അവരാണെ കൊല്ലത്തുള്ളവരാണേ. അവരിത് കാണുമ്പോൾ അവർ ഓർക്കും, അയ്യോ ഇത്രയും പ്രശ്നമുള്ള ഒരാളാണോ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്, മാറാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇത് കഴിയുന്ന ഉടനെ ഞാൻ മാറേണ്ടി വരും. അപ്പം ഞാൻ ഈ പുള്ളിനെ കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അത് തന്നെയല്ല, എൻ്റെ നാട്ടുകാരാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും എല്ലാം നല്ല സപ്പോർട്ടാണ് എല്ലാവരും. എൻ്റെ സ്വഭാവം വെച്ചിട്ട് എല്ലാവരും എന്നെ നല്ല രീതിയിൽ എല്ലാവരും എന്നെ നോക്കുന്നത്. അപ്പം ഈ പുള്ളിനെ കൊണ്ട് നാളെ വീണ്ടും ഇത് തന്നെ അവസ്ഥ, ഒരു മാറ്റവും അദ്ദേഹത്തിന് വരത്തില്ല. അവരുടെ അമ്മ പറഞ്ഞ പുള്ളിക്ക് മാനസികം വന്നിട്ട് അവരുടെ നാട്ടിൽ മൊത്തം പറഞ്ഞിരുന്നു എനിക്ക് ഞാനോ അങ്ങനെയൊന്നും വരത്തില്ല മേഡം. അങ്ങനെ ആ ഒരു ഇതിലേ വരികയില്ല. ആതിരയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അച്ഛനും അമ്മയും അവരവരുടെ ജീവിതം തെരഞ്ഞെടുത്തു. അച്ഛന് പിന്നെ നിങ്ങളൊരു ബാധ്യതയായി. അതെ, പഠിത്തത്തിന് വിട്ടിട്ടില്ല, നിങ്ങളെ കൊണ്ട് ജോലി എടുപ്പിച്ച് പോയി പറയാനോ ഒരു സപ്പോർട്ടിനോ ആളില്ല. ഇപ്പം ഈ കുഞ്ഞുങ്ങൾ ചെറുതാണ്. സഹതാപത്തിൻ്റെ പേരിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു എന്നുവെച്ചാൽ, ഞാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ നാട്ടുകാരെല്ലാം സഹായിക്കാനുണ്ട്. നിങ്ങളുടെ അച്ചടക്കവും നിങ്ങളുടെ ഒരു നല്ല സ്വഭാവം എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടായി പോകും ഒറ്റയ്ക്ക്. അതിന് തക്കവണ്ണമുള്ള ഒരു എങ്ങനെ നിങ്ങളുടെ അനിയൻ നല്ല സഹകരണമാണോ? അനിയൻ കുഴപ്പമില്ല. കല്യാണം കഴിച്ച് ജീവിക്കുക? ഇല്ല, അടുത്ത മാസം കല്യാണം, ഒക്ടോബറിൽ കല്യാണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാർക്ക് പറയാൻ എളുപ്പം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചായിരിക്കും നിങ്ങളുടെ മക്കളെയും ചേർത്ത് പറയുന്നത്. അപ്പം നിങ്ങളുടെ അമ്മയുടെ കാര്യവും നിങ്ങളുടെ കാര്യവും ഒക്കെ ചേർത്തിട്ട് ആ കുഞ്ഞുങ്ങളുടെ ലൈഫ് മോശമായിരുന്നു. പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് അമ്മമ്മ തള്ള അങ്ങനെ ആയിരുന്നു, പിന്നെ നിന്റെ തള്ളയും അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു വിവാഹ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ ജയിക്കാൻ വേണ്ടി പറയുവാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം. നമുക്ക് അതിലൊന്ന് വിളിച്ചു നോക്കാം കേട്ടോ. സാർ, ഇതാണ് അനു വാസുദേവൻ അല്ലേ? സുധൻ എന്ന് വിളിക്കും, ഇവരുടെ ഭർത്താവ്. എത്ര വയസ്സുണ്ട് സുധന്? 36. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായോ? 11 വർഷം കഴിഞ്ഞു. 11 വർഷമായി. അച്ഛനും അമ്മയും എല്ലാം മാന്നാത്താണ്. എത്ര വരെ പഠിച്ചു? ഞാൻ 9 വരെ. പഠിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ട് പോകാത്താണോ? പിന്നെ അല്ല, വയ്യാതെ പോകാതെ. എന്ത് വെച്ച്? എനിക്ക് വണ്ടി ആക്സിഡന്റ് ഉണ്ടായി കൊച്ചിലെ. അത് പിന്നെ വേണ്ടെന്ന് കട്ടായി പോയി. കൂടെ പുറപ്പെടുത്ത ഒരാള് അനിയൻ. അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞത്. അച്ഛനമ്മയും ജോലി അച്ഛൻ ഷാപ്പിലെ ജോലിയായിരുന്നു, ഇപ്പൊ ഇല്ല, വീട്ടിൽ തന്നെ. അമ്മ ജോലിക്കൊന്നും ഇല്ല, പോകുന്നില്ല. സുധൻ എവിടാ ജോലി? എനിക്കിപ്പോ മാന്നാറ. എന്ത് പഠിക്കാൻ പോകുന്നു? ഞാൻ തടി വെട്ടാൻ പോകും, മേശിരിപ്പണി അറിയാം. സുധൻ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ പെൺകുട്ടി കല്യാണം കഴിച്ചു? അതെ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷം പറഞ്ഞു. ഷാപ്പിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും മദ്യപാനികളാവണമെന്നില്ല. പക്ഷെ എന്തോ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അച്ഛനും മദ്യപിക്കുന്നവരാണ്. നിങ്ങളും ഒന്നിച്ചിരുന്ന് നിങ്ങൾ 3 പേരും മദ്യപിച്ചിട്ട് ഉള്ള നിങ്ങളുടെ പെരുമാറ്റവും കുടുംബാന്തരീക്ഷവും, പ്രത്യേകിച്ച് ആതിരെ പോലെ കുറച്ചൊരു എന്താ പറയുക ഗ്രിപ്പില്ലാത്തൊരു ഫാമിലിയിൽ നിന്നൊരു പെൺകുട്ടിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി അല്ലേ? എന്നും മദ്യപിക്കും നിങ്ങളുടെ കുടുംബം എല്ലാം ചേർന്ന്? ഇല്ല, അങ്ങനൊന്നുമില്ല. പണി കഴിഞ്ഞാൽ വരുമ്പം ഞാൻ എന്തായാലും വെച്ച് മേടിച്ചോണ്ട് വരും, അന്നേരം അച്ഛന് കൊടുക്കും. ഞാൻ കാണാതെ അമ്മയ്ക്കും അച്ഛൻ ശാലം കൊടുക്കും. അല്ലാതെ ഞാൻ കൊടുത്തിട്ടില്ല അമ്മയ്ക്ക് ഇതുവരെ. ആണോ? അല്ല, അച്ഛനും അമ്മയും മകനും കൂടെ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ മദ്യപിക്കുന്നത് എനിക്കറിയാം, പക്ഷെ എന്റെ മുന്നേ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനും അച്ഛനും കൂടി ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ട്. അമ്മ മദ്യപിക്കുന്നവരെ നിങ്ങൾക്ക് അറിയില്ല? മദ്യപിക്കാന്നറിയാം, പക്ഷെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അമ്മ അമിതമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ
അമ്മ എന്താണ് പറയുന്നത് ഏതാണ് പറയുന്നത് അമ്മയ്ക്ക് തന്നെ അറിയില്ല. പിന്നെ എന്നെ പിടിച്ച് തള്ളുക, ഇറക്കി വിടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാനതുകൊണ്ട് ഇപ്പോൾ 1 മാസമായിട്ട് വെള്ളമടിയൊക്കെ നിർത്തി വെച്ചേക്കുകയാണ്. മക്കളെ കണ്ടിട്ട് എത്ര നാളായി നിങ്ങൾ? 3 മാസമായി കണ്ടിട്ട്. അത്രയും നാളൊക്കെ കുഞ്ഞുങ്ങളെ കാണാതിരിക്കുന്നതിൽ വിഷമമൊക്കെ ഇല്ലേ? കാണുന്നവരുണ്ട്, കാണാൻ ചെന്ന് കഴിഞ്ഞാൽ കാണിക്കത്തില്ല. പിന്നെ ഞാൻ എന്തിനാ പോയി കാണുന്നത്? ഞാനിവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാണിക്കത്തില്ലേ? ഇല്ല. എന്ത് പറ്റി? 3 വർഷത്തോളം ആദ്യം ഞാൻ ഉപേക്ഷിച്ച് അങ്ങനെ നിന്ന് ഒരു തവണ പോലും എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നിട്ടില്ല. കാണാൻ വരുന്നത് കൊണ്ട് കാണിക്കണമെന്നില്ല സാറേ. അവർക്ക് ഒരു ചെലവിന് കൊടുക്കുമോ, അവർക്കൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കുമോ. അവരിപ്പോൾ സ്കൂളിൽ 2 മക്കളും 2 സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരെ പോയി ഇന്ന് കണ്ടിട്ട് അവർക്ക് പൈസ കൊടുത്താൽ പറയും എനിക്ക് തരാനാന്ന് പറയും. വേണ്ട, അവർക്കൊരു ഓണം വരും, വിഷു വരും, അവർക്കൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കുമോ, അവർക്കൊരു മുട്ടായി മേടിച്ചു കൊടുക്കുമോ, ഒന്നും ചെയ്യത്തില്ല. പിന്നെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ മാത്രം ഞാൻ കാണിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തുക. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് ഉടുപ്പായി, അവരുടെ ബാഗ്, സ്കൂളിൽ പോകേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഞാൻ ഒരാളാണ്. പിന്നെ കാണിക്കാൻ വരുമ്പം മാത്രം, കുഞ്ഞുങ്ങളെ കാണാൻ മാത്രം വരുമ്പം കാണിക്കത്തില്ല. അത് ശരിയല്ലേ സുഖം? ശരിയാണ്. ഞാൻ ഇവിടെ പല പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളെ കാണണം, കുഞ്ഞുങ്ങളെ സംസാരിക്കണം. അന്നേരം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഞ്ഞുങ്ങൾ നിങ്ങളോട് ഒരു ബന്ധവുമില്ല, ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തുമല്ല, ഞാൻ നോക്കിക്കോളാം, അങ്ങനെ ഇങ്ങനെ. അവരുടെ നിരാശയും വിഷമം പറഞ്ഞു. നിങ്ങളുടെ മക്കളും എങ്ങനെ ജീവിക്കും? അവരുടെ വരുമാനം എന്താണ്? ഇന്നത്തെ കാലത്ത് എന്തെല്ലാം ചെലവുകളുണ്ട്. കുട്ടികൾ പഠിക്കുന്നു, അതിൻ്റെ കാര്യം ഒന്നും ചെയ്യാതെ നിങ്ങൾ ഈ കാണാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ എങ്ങനെയാണ് സുധ? ഇതിപ്പോ 3 വർഷമായില്ല, ഇതിപ്പോ 1 വർഷമേ ആകുന്നുള്ളൂ. അതിന് മുൻപ് 3 വർഷത്തെ കാര്യം അവർ പറഞ്ഞല്ലോ. അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പോയി കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശ്രമിക്കുകയല്ല, നിങ്ങൾ വെറുതെ പോയി കാണാൻ ശ്രമിക്കില്ല. നിങ്ങളുടെ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടുണ്ടോന്നായി ചോദിക്കുന്നേ. അതല്ല, അതെന്താ? ഞാൻ കൊണ്ട് കൊടുത്താൽ മേടിക്കത്തില്ല എന്നുള്ള ഒരു ധാരണ വെച്ച് ഞാൻ ഒന്നും ധാരണയോ? ഒരിക്കലെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താലല്ലേ ധാരണ. ഒരു പ്രാവശ്യം ഇതുപോലെ കുഞ്ഞിന്റെ സ്കൂളിൽ ഞാനാണെങ്കിൽ ചെന്ന് കുഞ്ഞിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ അമ്മ നിങ്ങളോട് ഞാൻ ചോദിച്ചത്, ആ കുഞ്ഞുങ്ങളുടെ, നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങൾ സ്നേഹമായിട്ട് സംസാരിക്കുക, ഒന്നും വേണ്ട. നിങ്ങളുടെ കടമ, ഞാൻ എൻ്റെ കടമ കഴിക്കുന്നത്, ആ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഇതായിരിക്കുന്നു, വീട്ടുചെലവിലിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് വേഗം ആ ഭാര്യയുടെ മനസ്സിൽ അതുണ്ടാവുമായിരുന്നല്ലോ. കുഞ്ഞുങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്തുവാ? അപ്പൊ നിങ്ങൾക്ക് അതൊന്നും ഉത്തരവാദിത്വം ഒന്നും എടുക്കാൻ വയ്യ. ഉത്തരവാദിത്വത്തിന്റെ അല്ല, പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ട് എന്നെ തല്ലിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ പോയാൽ ആര് തല്ലും നിങ്ങളെ? ഞാൻ അതൊക്കെ പേടിച്ചിട്ടാണ്. നിങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ഒന്നും സംസാരിക്കും, നിങ്ങൾ ആരെങ്കിലും തല്ലുവോ? ആരാണ് തല്ലുന്നത്? ലോകത്ത് എത്ര മനുഷ്യർ ഈ നാട്ടിൽ താമസിക്കും? എല്ലാരും തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അങ്ങനെ തല്ലിയിട്ടുണ്ടോ? അതുകൊണ്ട് തല്ലിയിട്ടുള്ളത് ആ തല്ലാൻ തക്കവണ്ണം നിങ്ങൾ പെരുമാറിയിട്ടുണ്ടാവണം. ഇല്ലാതെ ആരും തല്ലത്തില്ല. എങ്ങനെ തല്ലും സുധൻ? നേരത്തെ തല്ലിയിട്ടുണ്ട്. നേരത്തെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഇടയ്ക്ക് ഞാൻ തല്ലിയിട്ടുണ്ട്, പിന്നെ ഞാൻ തല്ലിയിട്ടുണ്ട്. അല്ല, നിങ്ങളും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം എന്താ? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പണിക്ക് പോയിട്ട് താമസിച്ചായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഈ താമസിച്ച് വരുമ്പോഴത്തേക്ക് പെണ്ണുമ്പിള്ളയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ചിലപ്പോൾ ശകലം മദ്യപിച്ചിട്ടായിരിക്കും വരുന്നത്. കാരണം കോൺക്രീറ്റിൻ്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ പട്ടാളക്കാരുടെയൊക്കെ വീട്ടിലായിരിക്കും എനിക്ക് പണി. അവരുടെ സാധനം തരും, അത് കുടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ഒന്നുകിൽ വീട് പൂട്ടിയുള്ളൂ, മേളിൽ ഇവരുടെ അപ്പച്ചിയുടെ വീട്ടിൽ പോകും, താക്കോൽ അവിടെ വെച്ചേക്കും. ഞാൻ രാവിലെ പണിക്ക് പോകുന്ന സമയം നമ്മളും വരത്തില്ല. ഞാൻ നേരം അത് പൂട്ടി താക്കോൽ അവിടെ വെച്ചിട്ട് ഞാൻ വീണ്ടും പണിക്ക് പോകും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം മനഃപൂർവ്വം ഞാൻ പണിക്ക് പോകാൻ അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, എന്ത് എന്ന് ചോദിച്ചു. ഞാൻ പറയാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാത്റൂമിൽ ഇരിക്കുമായിരുന്നു. ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. എന്താ ഉദ്ദേശം? എവിടെ ആയിരുന്നു ഇത്രയും ദിവസം? ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു, നീ എവിടെ ആയിരുന്നു ചോദിച്ചു. ഞാൻ മേളിലുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ എന്നങ്ങ് പറയുകൊണ്ട് എൻ്റെ നേരെ ചൂടായി. എന്നിട്ട് പറയാം, ബാഗും സാമാനമൊക്കെ എടുത്ത് ഇവിടുന്ന് പൊക്കോ. ഞാൻ പറയാം, എനിക്ക് പണിക്ക് പോകണം. അതുപോലെ അന്ന് പണിയില്ല നീ. ഞാൻ ചുമ്മാ പറഞ്ഞു എനിക്ക് പണിക്ക് പോകണം. ഞാൻ പറയാം, എനിക്ക് പണിക്ക് പോകണം, ഇന്ന് തീർക്കേണ്ട പണിയാണ്. അതൊന്നും പറയാൻ പറ്റത്തില്ല. ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കോ, പണിക്ക് പോവോ വീട്ടിൽ പോവോ എവിടെ വേണേലും പൊക്കോളാൻ പറയും. ഞാനൊന്നും വേണ്ടിയൊന്നുമില്ല. അന്ന് ഞാൻ അവിടെ തന്നെ കയറുന്നു. അന്ന് ഇവിടെ ആങ്ങളെ കർണാടകത്തിൽ നിന്ന് വരുമായിരുന്നു. എന്നെ പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞായിരുന്നു, ഇന്ന് വരുവളിയാന്ന് പറയായിരുന്നു. അവിടുന്ന് അവനൊരു പുതിയ വണ്ടി വേണമെന്ന്. അപ്പോൾ ചെങ്ങന്നൂർ IT അവിടെ ചെന്ന് ഞങ്ങളൊരു വണ്ടിയുടെയൊക്കെ എല്ലാം ബുക്കും ചെയ്ത് ഒന്ന് വൈകിട്ട് കിട്ടുമെന്ന് പറയും. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മുക്കിനൊക്കെ വന്ന് ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് വന്ന് ആ വണ്ടിയെ തന്നെ വൈകുന്നേരം 4 മണി 5 മണിയായപ്പോൾ ഞാനതിൽ മുക്കിന് വരെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാഗും എടുത്ത് ഞാനങ്ങ് വീട്ടിൽ പോവുകയും ചെയ്തു. അല്ല, ഇതിപ്പോൾ പോകാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? എന്നും രാത്രിയാവും വരുമ്പം. അവരുടെ കൂടെ പണിയുന്നവരല്ല, ആദ്യം മാറാൻ തന്നെ കാരണം ഇവരുടെ കൂടെ ഒരു ആളുടെ പേര് പറയുന്നില്ല, അവരൊക്കെ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ.
അപ്പോൾ ആ പുള്ളിയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് എന്നോട് പറയും ഇവനാണെങ്കിൽ അപ്പുറത്തെ അവരുമായിട്ട് കമ്പനിയാ, അവൻ അങ്ങനെ ഇങ്ങനാന്ന് പറയും. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ കേട്ടിട്ട് ഈ പുള്ളി വേറെ എന്തോ എന്നോടൊരു അപമര്യാദയായിട്ട് പെരുമാറാനുള്ള ഇതായിരുന്നു. അതിനെ ഞാൻ അന്ന് ആദ്യം 3 വർഷം പിണങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അണ്ണാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ കുടിക്കാണ്ട് ഒരു ദിവസം വരണമെന്ന് പറഞ്ഞു. അന്നും കുടിച്ചു. പിറ്റേ ദിവസവും പറഞ്ഞു, അണ്ണാ നിങ്ങൾ കുടിക്കരുത്, നിങ്ങളുടെ കൂടെ പണിക്ക് പോകുന്ന ആളെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്നും കുടിച്ചു. ഈ പണിക്ക് കൊണ്ടുപോകുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പുറകുവശത്തൊക്കെ വന്നിരുന്നിട്ട് അവരുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപമര്യാദയായിട്ടാണ് അയാൾ പെരുമാറുന്നത്. അപ്പോൾ അത് ഈ പുള്ളിനോട് പറയാൻ നോക്കിയിട്ട് ഇദ്ദേഹം ഒരു ലെവലേ വരുന്നില്ല. പിന്നെ നമ്മളെങ്ങനെ പറയും, മനുഷ്യന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഈ പുള്ളി കുടിച്ചിട്ട് വരുമ്പോഴേ ഞാൻ അങ്ങ് മാറും. 7:30-8 മണിയാകുമ്പോൾ 4 കാലിൽ ഇങ്ങോട്ട് വരും, വന്ന് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്ന കഴിക്കും. രാവിലെ 6 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുമ്പേ പോകും. അപ്പം ഞാൻ ഓർത്ത് എന്തിനാ അങ്ങനെ, പൈസയും തരത്തില്ല. ഞാനാണെങ്കിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് അരിയും സാധനവും മേടിച്ച് ചോറും കറിയും വെക്കും, ഞങ്ങൾക്കും കഴിക്കാൻ പറ്റിയല്ല. പുള്ളി മാന്യമായിട്ട് കഴിക്കും, വാടകയും കൊടുക്കണ്ട. ഇതുവരെ 1200 രൂപ വാടകയിൽ 200 രൂപ പോലും തന്നിട്ടില്ല. പിന്നെ ഒരു വ്യക്തിനെ എന്തർത്ഥത്തിൽ നമ്മൾ താമസിപ്പിക്കണം? ഇത്രയും സമയം ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇവരുടെ അച്ഛനും അവിടെ ഉണ്ട്. എൻ്റെ ഇളയ മോളാണെങ്കിൽ ഇവരെ ഒരു ദിവസം രാത്രി പറഞ്ഞു, അമ്മയെ ഞാനൊരു കാര്യം പറയാം. അമ്മ വഴക്ക് പറയില്ല. ഇല്ല മോനെ പറയാൻ പറഞ്ഞു. ഇല്ല അമ്മ വഴക്ക് പറയും. ഇല്ല നീ പറയാൻ പറഞ്ഞു. എനിക്ക് അച്ചാച്ചോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സ്ഥിരം കുടിക്കണം. അച്ഛനാണെങ്കിൽ എങ്ങനായാലും ഒരു കുപ്പി മേടിച്ച് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കും. അമ്മ കൊടുത്തില്ലെങ്കിൽ അന്നത്തെ ദിവസം അമ്മ അവിടെ തകർക്കും. അപ്പൊ എന്ത് ചെയ്തു താങ്കള്? വെട്ടി. എത്ര കൊല്ലം ശിക്ഷിച്ചു? 1 വർഷത്തേക്ക് നല്ലടപ്പിന് വിട്ടു. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്.